ഉമ്മ എന്റെ വാച്ചോടെ ആ ജനൽമ കാണും മോനെ. ഒരു സാധനം ഇവിടെ വെച്ചാലും കാണൂല. മോനെ മോനെ അരി സാധനം കഴിഞ്ഞിക്കണ്, ഉമ്മാന്റെ മരുന്നും കഴിഞ്ഞിക്കണ്. ഞാൻ വരുമ്പോ കൊണ്ടുവരമ്മ. ആ അനക്കെന്താ വേണ്ടിയേ? ഒരു ചായ. ആയിക്കോട്ടെ. ആർക്കും വേണ്ടാത്തൊരു പാറായിരുന്നു. അത് പൊട്ടിച്ച് അനവധി കുടുംബങ്ങൾ കഴിയണത്. പാറ പൊട്ടിക്കണത് ഭൂമിക്ക് കേടാന്നാ ശാസ്ത്രം പറയണേ. ശാസ്ത്രം എന്ത് പറഞ്ഞാലും ഈ ദുന്യാവില് പടച്ച ഓരോരുത്തർക്കും ഓരോന്ന് വീഴ്ചയുണ്ട്. അതേ നടക്കൂ. ആ ഈ മുടുകൊന്ന് പൊയിങ്ങാൻ പറ്റോ? ഓലെന്താ പറഞ്ഞ പറമ്പ് കൊടുക്കാണ്ട് ഒടുക്കത്തൊരു പറമ്പച്ചോടക്കാര് മരിച്ചോടത്തും കല്യാണപ്പരയിലും ഒക്കെ ഈ വർത്താനേ ഉള്ളൂ പഹയന്മാർക്ക്. എന്തേ ബായക്കൊല തീർന്നേന്നാ? ഞമ്മളിപ്പൊ കൊടുന്നേരാട്ടാ, ഇപ്പൊ കൊടുന്നേരാ. ഓലെന്റെ കാര്യത്തിന് നമ്മൾ ഉസ്താദല്ലേ. പോവല്ലേ? റസീക്ക വണ്ടിക്ക് ബ്രേക്കൊക്കെ ഇല്ലേ? എന്റെ കാല് ഒന്ന് വേഗം കേറസ്മയിലേ. ആ പോവാ പോവാ പോവാ. അപ്പോട്ടെ റൈറ്റ്. നിങ്ങൾ ഈ നേരം വെളുക്കുമ്പോഴേക്ക് ഇത് എവിടുക്ക? ഞാൻ എങ്ങോട്ടെങ്കിലും പോയിക്കോട്ടെടി. ഞാൻ മറ്റോളെ കെട്ടിയതേ എന്റെ ഗുണം കൊണ്ടല്ലേ. നിങ്ങൾ എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോളി. ഈ ചായ കുടിച്ചിട്ട് പോയിക്കോളിന്ന്. ചായ എന്റെ പാപ്പ ഞൊണ്ടിക്കാതെ കൊണ്ടേ കൊടുത്താളെ. ചായ ഓടെ. ഉമ്മ വിഷമിക്കേണ്ട. ഉപ്പ നമ്മൾ എന്തെങ്കിലും മനസ്സിലാക്കൂ. എല്ലാരും ഉണ്ടല്ലോ. കുഞ്ഞാലിയക്ക 3 ഗ്ലാസ് ചായ, ഒന്നിലും മധുരം വേണം. നേരം വെളുത്തപ്പോക്കിനൊക്കെ ഇറങ്ങിക്കണല്ലോ. വല്ല പൈക്കളയും മേടിച്ച് നടന്നൂറോ. എല്ലാരും എടുത്തുകൊണ്ട് ഇപ്പൊ ഈ പണ്ടാറം. പിന്നെ ചെന്ത എരുമനായിട്ടല്ലേ വന്നേക്കണേ. ഞാനിത് മേടിച്ചിക്കണെങ്കെ ഇതിന് ഓട്ടുണ്ടാക്കാൻ എനിക്കറിയാം. ഏതോ ഒരു വെള്ള ഷർട്ട് ഇരിക്കണ വല്ല പറമ്പച്ചോടക്കാരേറ്റേണോ. ഒരു 10-100 ഉറുപ്പ്യന്റെ ഓട്ടം ഇപ്പൊ ഞാൻ തട്ടിക്കൂട്ടി. ഇത് രണ്ടും മധുരമുള്ളത്. എന്നാ എനക്ക് മധുരമില്ലാത്തത്. എന്താ പോക്കരെ, സുഖല്ലേ? പഴംപൊരിയാ? എന്നാ പിന്നെ നിങ്ങൾക്ക് ആദ്യം പറഞ്ഞൂടെ? അയില വറുത്തുണ്ട്, കരിമീൻ പൊരിച്ചുണ്ട്, കൊടംപുളി കുഞ്ഞാലാക്ക, നമ്മളെ തെരഞ്ഞൊരു പാർട്ടി ഇവിടെ വന്നോ? ഏത് പാർട്ടി? കോൺഗ്രസാ മാർക്സിസ്റ്റ്? അല്ലാന്ന്, ഒരു പറമ്പച്ചോടത്തിന്റെ ഒരു പാർട്ടിക്കാര് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. നല്ലൊരു പറമ്പൊത്ത് വന്നിട്ടുണ്ട്. ഒരു നമ്പൂരിന്റെ പറമ്പ. അത് ചുളിവ് വിലക്കിപ്പോ പോരും. എവിടെ കാതറ സ്ഥലം? ഞമ്മക്കൊന്ന് പോയോക്കിയാലോ? അത് കുറച്ച് ദൂരെയാണ്. ഒരു 10-100 ഉറുപ്പ്യന്റെ ഓട്ടുണ്ട്. എന്നാ ഞമ്മക്കൊന്ന് പോയി നോക്കിയാലോ മുതലാളി. എന്നാ പോയി വണ്ടി എടുത്തോണ്ടേ. ഒരിക്കലും വെക്കാത്ത ആര്യവശാലിന്റെ പറമ്പ് കൊണ്ടുപോയി കാണിച്ചു കൊടുത്തിട്ട് എന്നാണ് അവൻ നാട്ടുകാരൊക്കെ കൂടി മക്രോണി ആക്കല്. ഇവിടെ ഒന്നും ഒരു മനുഷ്യന്മാരും ഇല്ലേ എന്റെ മൊബൈലൊന്ന് കാണാൻ?
എന്താ ഇത്? ഹലോ ആ, ഛെ, അതൊന്നുമില്ല. പേടിയിൽ എല്ലാരും ഉണ്ടല്ല. എന്റെ മൊബൈല് കാണില്ലല്ലോ. ദാ ചായ. ആ എന്താപ്പത്? എന്താ ഉസ്താദെ പുതിയ മൊബൈൽ കളിച്ചോണ്ടിരിക്കണ്? അതൊന്നും പറയണ്ട. ആ നമ്മുടെ അയൽവാസിയിലെ ബീരാനാണ്ട് ബാപ്പ മരിച്ചിരിക്കണ്. ആ ആ ബീരാനെ വിളിച്ചിട്ട് എനിക്ക് കിട്ടണില്ല. ആ നിങ്ങളൊന്നുകൂടെ വിളിച്ചു നോക്കി. ആ അടിച്ച് നോക്കുന്നുണ്ട്. പണ്ടറ കിട്ടേണ്ട ദൈവമിലെ കുത്തി വന്നിട്ട് അറിയില്ല. 98 95 96. ഹലോ ഹലോ. ആഹാ തന്നെ ഇനിയിപ്പ എന്താ ചെയ്യാ? ഈ ഒരു കാര്യം ചെയ്യ്. പരിധിക്കിപ്പുറം വരികയാണെങ്കിൽ അവന്റെ വാപ്പ മരിച്ചിരിക്കണെന്ന് പറഞ്ഞാളി. ആ എന്റെ അത് അതാണ് എന്റെ ശരി. കൊരങ്ങന്റെ കയ്യിലെ പോമാലിയും മൊയ്ലിയരെ മൊബൈലും. ആ പറമ്പിന്റെ വിലാണ്ട് കേറ്റി പറഞ്ഞിട്ടാണ് അവിടെ കിടന്നു. ആ അത് തന്നെ അതിനൊക്കെയുള്ള പണി. പറമ്പൊക്കെ ഞമ്മക്ക് ഇഷ്ടായി. സെന്റിന് എന്താണ് അവര് ചോദിക്കണത്? അതൊക്കെ മര്യാദക്ക് നമ്മൾ വാങ്ങിത്തരും പോരെ. അവരെ കണ്ടിട്ട് ആ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ചോദിച്ചാണ്. നാളെ മറ്റന്നാളോ ഞമ്മക്ക് ആ ടോക്കൺ അങ്ങോട്ട് കൊടുക്കാം. എന്തേ? ആ കാര്യം ഞമ്മളേറ്റ്. അപ്പോ അന്റെ വാടക എത്രേ? ഒരു 100 റുപ്യ അങ്ങോട്ട് തന്നാളി. രാവിലത്തെ കാര്യല്ലേ, കൈനട്ട അടിപൊളി ആയിക്കോട്ടെ. 150 ഉണ്ട്. പറഞ്ഞ കാര്യങ്ങളൊക്കെ വേഗത്തിൽ നടത്താനാ ഈ 50 കൂടുതൽ തന്നത്. എന്തേ? ആയിക്കോട്ടെ എന്നാ വാടാ. പറമ്പ് കച്ചവടക്കാരൊക്കെ ഞാൻ കാണിച്ചു തരാം. ആ അത് തന്നെയാണ് പറയണത്. അത് നോക്കി ചെയ്തിട്ടില്ലെങ്കിൽ ചിലപ്പോ ഞമ്മളെ മേത്ത് കുടിക്കും. അല്ലടാ, ഞമ്മളാ കുഞ്ഞാവുട്ടിന്റെ പെര ഒഴിയാന്ന് പറഞ്ഞ അവസാന ദിവസം ആ ദുബായ്ക്കാരൻ കുഞ്ഞാവുട്ടിക്കാടെ അത് തന്നെ. 3-4 ദിവസം മുമ്പായിരുന്നല്ല മുതലാളി. എന്നിട്ട് എന്തടാ പറഞ്ഞാള് ഇന്നോടൊരു വാക്ക് വരാഞ്ഞത്? അന്നൊക്കെ മൂക്ക് മൂട്ട തീറ്റിപ്പോറ്റി എന്റെ കൂടെ കൊണ്ടടക്കണതേ എനിക്ക് ഗുണം കിട്ടാൻ വേണ്ടിട്ടാ, അല്ലാതെ അന്റൊക്കെ ചന്തം നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിട്ടല്ല. എന്തേ? മുതലാളി നമ്മളിന്ന് എപ്പത്തന്നെ പോയോക്കിയാലോ? എടുക്കടാ വണ്ടി. അല്ല കുഞ്ഞാവുട്ടിയെ, ദിവസം കഴിഞ്ഞ് ഒന്നിച്ച് അറിഞ്ഞില്ലേ? ഇവിടെ തന്നെ കൂടാൻ എന്റെ പരിപാടി. പറച്ചോന്നെ വിചാരിച്ച് ഞങ്ങളെ ഇറക്കി വിടരുത്. അതൊന്നും പറ്റി ഞമ്മളോട് പറയണ്ട. അനക്ക് തന്ന ദിവസം കഴിഞ്ഞ വിവരം ഞമ്മളിട്ട് അറിഞ്ഞൂല്ല, ഈ പാരും ഞമ്മളോട്ട് പറഞ്ഞൂല്ല. അല്ലെങ്കിൽ അന്നെ അന്നെ ചവിട്ടി പുറത്താക്കി വാലടിച്ചിട്ടുണ്ടാവും ഹംസ. പടച്ചോനോർത്തേക്ക് ഞങ്ങളെ പെരുവഴിയിലാക്കല്ലേ ഹംസേ. കുറച്ച് പൈസ ഉണ്ടായിരുന്നാണെങ്കിൽ ഇവന് വിസയ്ക്ക് വേണ്ടി കൊടുത്ത് അത് ഒരു പറ്റിക്കുകയും ചെയ്ത്. എനിക്കൊന്നും കേൾക്കണ്ട. ഞാൻ എന്റെ മോളെ കെട്ടിക്കാൻ ബാക്കിയോണ്ട് ഒരു പെരയും കൂടി വാങ്ങാൻ വേണ്ടിട്ടാ ഈ തല അനക്കിട്ട്. അയ്യോ നായ്ക്ക് ഇയോ പോണ മാതിരി അപ്പൊ പോയിട്ടല്ലേ തന്ന് ചിലക്കാണ്ട് ഇറങ്ങി പറഞ്ഞോരാ. നോക്കി നിക്കാതെ ചെല്ലടാ. ഇങ്ങോട്ട് ഇറങ്ങടാ. ഹംസക്ക എന്റെ ബിസ് കൊടുത്ത പൈസ കൊണ്ട് കിട്ടിക്കോട്ടെ, അതുവരെ നിങ്ങൾ എനിക്കൊരു സമയം തരണം. അന്റെ ഈ പഴംപുരാണൊന്നും എനിക്ക് കേൾക്കണ്ട. അതിനല്ലപ്പോ ഞാൻ വന്നത്. ഇറങ്ങടാ നായിന്റെ മോനെ. കൊറേ കാലായി മനുഷ്യരെ കളിപ്പിക്കാൻ തുടങ്ങിയിട്ട്. അമ്പർത്തെ തങ്ങളെ ഓർത്തൊന്നും ചെയ്യല്ലേ ഹംസേ. ഞങ്ങൾ എവിടേക്കെങ്കിലും പോയിക്കോളാം. ഹംസന്റെ അടുത്ത കളി. കരച്ചോണ്ടൊന്നും കാര്യമില്ല. നമുക്ക് പോകാം, നമുക്ക് എവിടെയെങ്കിലും പോകാം.
എന്താ ചെയ്യാ? ഉമ്മ വേദി 3 ലക്ഷത്തിന് നമ്മളെടുത്ത് വാങ്ങിയ നമ്മളെ കൺമുന്നിൽ വെച്ച് എന്നെ അവൻ മറിച്ചു വിട്ടു. ഒരാഴ്ചയും കൂടെ നമ്മളവിടെ നിൽക്കാൻ സമ്മതിച്ചില്ല. അന്ന പടച്ചോൻ വിടൂല ഹംസേ, വെട്ടിപ്പിടി ഹംസേ, അന്ന പടച്ചോൻ വിടൂല. ആ വെള്ളിക്കട ആ സെയ്താലിന്റെ മോളെ കല്യാണം ഉറപ്പിച്ചിരിക്കുന്നു. ഓല ആ പേരും പറമ്പ് വിൽക്കണം എന്നാ പറഞ്ഞത്. അതിന് മിഞ്ഞാന്ന് നമ്മളൊരാളെ കൊണ്ടിട്ടുണ്ട്, ബലിയും പറഞ്ഞിക്കണ്. വല്ല പഹന്മാരും കേറി പാരൊക്കെ അത് തന്നെ. അതിനിപ്പോ അതിനടുത്തുള്ളത് കിലുക്കി കുത്തി ബീരാനാ. നിങ്ങൾ ഓനക്കൊന്നാണ് വിളിച്ചു നോക്കി. ഇജ്ജെന്നൊന്നാണ്ട് വിളിച്ചു നോക്കാൻ എന്റെ മൊബൈലില്. എന്റെ കയ്യിൽ പൈസ ഇല്ലടോ. ഹലോ, ആ ഞാൻ മോഹന്നാ. ഞങ്ങളെ എന്റെ അയൽവാസി സെയ്താലിയുടെ പറമ്പിന് ഒരു 8 ലക്ഷം പറഞ്ഞിട്ടുണ്ട്. ഇഞ്ഞ് പോയിട്ട് അതിൽ ഇറങ്ങോലിടണ്ട. പുറത്ത് വിറ്റാൽ ഞമ്മക്കത് 15-ന് കൊടുക്കാം. എന്തേ മനസ്സിലായ? ആ എന്നാ ഓക്കെ, ശരി. അല്ല നിങ്ങൾ അറിഞ്ഞാ? നിങ്ങളെല്ലാരും ഇവിടെ ഇരിക്കുക. നമ്മളൊരു പെടല് പെട്ടത് അറിഞ്ഞില്ലേ? നമ്മൾ കൊടുത്ത പൈസ മുഴുവൻ പോയിട്ടാ. ഏത് പൈസന്റെ കാര്യം ഉസ്മാനെ ഇജ്ജി പറഞ്ഞത്? നമ്മളാ പൊട്ടൻചോലക്കല് 2 ലക്ഷം കൊടുത്ത് കച്ചവടം ചെയ്തിരുന്ന സ്ഥലത്തിന്റെ ആള് ഇന്നലെ മരിച്ചിക്കണെന്ന്. പറ്റിച്ചല്ലോ റബ്ബേ, നാളല്ലേ എന്റെ റേസർ പറഞ്ഞിക്കണത്. അതിനിപ്പോ ഞാൻ നാളെ തന്നെ ആ പെണ്ണുങ്ങളെയും കുട്ടികളുടെ രജിസ്റ്റർ ഓഫീസിൽ കൊണ്ടുവരേണ്ടി വരും. ഒരു 7 കഴിഞ്ഞിട്ട് പോരടോ. 7 കഴിയുമ്പോ തന്നെ നമ്മളെ പൈസ കൊണ്ട് പോകും. ഇജ്ജ് വാ, നടന്നോട്ടാ. അല്ല, ഇങ്ങടെ കണക്കൂട്ടില് തീർന്നില്ലേ? നേരെ എത്രയെന്ന വിചാരം? തീർന്നടി പെണ്ണേ, ഒരു 10 മിനിറ്റ്. നിങ്ങള് നല്ല ആളാ. ഇന്നലെ ഇങ്ങോട്ട് തന്നെ വരാന്ന് പറഞ്ഞിട്ട് പോയ ആളാ. ഞാൻ കാത്തിരുന്ന് മടുത്ത്. നേരെ വിളക്കാൻ നേരത്തെ ഞാൻ ഉറങ്ങിയത്. ഈ പെണ്ണ് ഇതൊന്നും എഴുതി തീർക്കാനും സമ്മതിക്കുന്നില്ലല്ലോ. എടി 2 അവിടെയും കാത്തിരിക്കുന്നുണ്ട്. എപ്പോഴെങ്കിലും അങ്ങോട്ടൊന്നും തിരിഞ്ഞു നോക്കണ്ടേ? ഇന്റെ മാതിരി ഒന്നും വേറെ ആരും നിങ്ങളെ കാത്തിരിക്കൂല. അതറിയണോണ്ടല്ലടി ഞാൻ എന്റെ സമ്പാദ്യൊക്കെ ആന്റി മോന്റെ പേരിൽ എഴുതി വെച്ചത്. എന്തേ? അല്ല, മിഞ്ഞാന്നൊരു സ്ഥലത്തിന് അഡ്വാൻസ് എടുക്കണമെന്ന് പറഞ്ഞ് കാശ് കൊണ്ടുവരുന്നല്ലോ, അതെന്തായി? അത് നല്ലൊരു കണ്ണായ സ്ഥല, നല്ലൊരു തെങ്ങും പറമ്പ്. ഇപ്പം മറിച്ച് കൊടുത്താ ഒരു 5 ലക്ഷം ഉറുപ്പ്യ നമുക്ക് ലാഭം കിട്ടും. എന്തേ? വർത്താനൊക്കെ മതി, നിങ്ങൾ കിടക്കാൻ നോക്കി. വേഗം ചായ കുടിച്ചാണി. ഗ്ലാസ് തരി വേഗം കുടിച്ചിട്ട്. മതിയായ എന്നാ കിടന്നോളി. നമ്മളെ ഏരിയ വന്നിട്ടാ കളി. എവിടത് എഴുതാൻ നോക്കുമ്പോ കല്ല് കാണൂലെന്ന് പറഞ്ഞ പോലത്തെ ശരിയാണല്ലോ ഇവിടെ. കിട്ടി, ചോക്കന്നെ കിട്ടി. 4 7 5 3. നിങ്ങളിപ്പോ അങ്ങനെ കച്ചവടം ചെയ്യണ്ട. മൊബൈൽ ഇല്ലാത്തവർക്ക് ഇവിടെ കച്ചവടം ചെയ്യണം. പറ്റിച്ചേ ഓരോ നമ്മള് പറ്റിച്ചേ കോടമ്മളെ നമ്പർ മാറ്റിയില്ലേ. എടാ ഈ സ്ഥലം ഇപ്പൊ കൊടുക്കാനുള്ളതുണ്ടല്ലോ, നമ്മളൊന്ന് വിളിച്ചു നോക്കിയാലോ? നല്ല സ്ഥലല്ലേ, നമുക്കൊന്ന് വിളിച്ചു നോക്കിയാലോ? ഇന്ന് വിളിച്ചോളൂ, ചിലപ്പം ചുളിവില് കിട്ടും. ഹലോ, സ്ഥലം കൊടുക്കാളാ? എന്നാ നീ സംസാരിച്ചോ. സ്ഥലം കൊടുക്കാനുള്ളതല്ലേ?
ആരുമില്ലേ? ആ വന്നിട്ട് എത്ര ദിവസമായിട്ട് ഇപ്പഴാ എനിക്ക് വരാൻ തോന്നിയേ? ഇപ്പൊ തന്നെ ഇങ്ങോട്ട് വരാനൊന്നും സമയം ഉണ്ടായിട്ടല്ല. ഞാൻ അളിയനെ കണ്ട് മറ്റേ കാര്യം ഓർമ്മിപ്പിക്കാണ്ടി വന്നാ. അളിയനവിടെ? ഏത് കാര്യം ജി പറയണ്? അപ്പൊ നീ അത് മറന്നാ? നിന്നെ അളിയനെ കൊണ്ട് കെട്ടിക്കണ കാലത്ത് അളിയ നമ്മളെ വാപ്പാക്ക് ഒരു വാക്ക് കൊടുത്തിട്ടില്ലേ, ആ പൊരിയും പുറമ്പോ എന്റെ പേരിലാക്കാന്ന്? എന്നിട്ട് ഇപ്പൊ എന്തായി? അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാനാ? നല്ല സമയം നോക്കി അളിയനെ വല്ല സോപ്പ് അടിച്ച് അത് എന്റെ പേരിലാക്കാൻ നോക്ക്. ഒരിക്കൽ അവളുടെ കൂടെ നിന്ന സ്ഥിതി നിനക്കറിയാലോ. ഇനി ഒരിക്കൽ കൂടി അവളുടെ കൂടെ നിന്നാലുള്ള സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്ക്. ഈ ചായ കുടിക്കാൻ വാ. ഇവിടുന്ന് ആരും ആണ് കാണായിട്ട് ഉമ്മാക്ക് എപ്പോഴും പരാതിയാ. അളിയപ്പോ വരുമോ? ശരിയാ, ഇജ്ജി അളിയനൊന്ന് ഓർമ്മപ്പെടുത്ത്. മാമൻ എപ്പോഴെത്തി? ആ വന്നിട്ട് കുറച്ചേരായി. നിങ്ങളൊക്കെ കാണണമെങ്കിൽ ഞാൻ അങ്ങോട്ട് വരേണ്ട ഒരു അവസ്ഥയാണല്ലോ. മാമ എനിക്ക് തീരെ ടൈമില്ല, പുറത്ത് ഫ്രണ്ട്സുകളൊക്കെ കാത്തിക്കണ്ടേ, ഞാൻ പോട്ടെ. ശരി ശരി. ഒന്നും പറയണ്ട, നേരെ വിളിക്കുമ്പോ പോവും. വന്നാ വന്ന്, പിന്നെ ചോദിച്ചത് മേടിച്ചു കൊടുക്കാൻ ബാപ്പുണ്ടല്ലോ. സമയം ഒരുപാടായി, അളിയനെ കാണുന്നില്ല. ഞാൻ പോട്ടെ. അളിയൻ വന്ന്. ആ ഈ എപ്പോഴേ വന്ന്? ഞാൻ കുറച്ചേരായി. എന്തൊക്കെയുണ്ട് വീട്ടിലെ വിശേഷങ്ങള്? സുഖാണ്. പിന്നെ അളിയനെ കണ്ട് ഒരു കാര്യം ഓർമ്മപ്പെടുത്താൻ വന്നത്. എന്താ കാര്യം? പെണ്ണും കുട്ടികളുള്ള അളിയനക്ക് എന്റെ പെങ്ങളെ കെട്ടിച്ചേരുമ്പോ എന്റെ വാപ്പാക്ക് അളിയനൊരു വാക്ക് കൊടുത്തിരുന്നു, ആ പൊരയും പറമ്പും ഇവരെ പേരിലാക്കാണ്. ഹംസ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടത്താനും ഹംസക്കറിയാം. എന്തേ? എന്നാ ഞാൻ പോട്ടെ. ശരി. പറ്റാളിയാ. എന്താ മനുഷ്യ, നിങ്ങൾക്ക് എത്ര വലിയൊരു ആലോചന? ഞാനിപ്പോ എന്താ ആലോചിച്ചാലും അനക്കെന്താ? അതെ, ഇന്ന് നേവാസ് വന്ന് പറഞ്ഞ കാര്യം ഓർത്തിട്ട് എന്നോട് ദേഷ്യം തോന്നരുത്. ഞാൻ അന്ന് വാക്ക് കൊടുത്തതിലും കൂടുതല് അന്റെ പേർക്ക് എഴുതി തന്നിട്ടില്ലേ? ആ പറമ്പും വരനെ വേണമെന്ന് ഓൻ പറയാൻ കാരണം ഞാനന്ന് അവിടെ അനുഭവിച്ച കഷ്ടപ്പാട് ഓർത്തിട്ടാ. നിങ്ങൾക്കറിയില്ല ഞാനിവിടെ നിന്നുകൂടാൻ പെട്ട പാട്. എന്നെ കൊല്ലാക്കൊല ചെയ്തിട്ടുണ്ടോ ഓള്? നിങ്ങളൊരാളോർത്ത് ഞാനിവിടെ സഹിച്ചു നിന്നത്. നിങ്ങളെ പിരിഞ്ഞൊരു ജീവിതം എനിക്ക് ഓർക്കാൻ വയ്യാത്തതുകൊണ്ടാ, അല്ലെങ്കിൽ ഒരു പെണ്ണിനും പൊറുക്കാൻ പറ്റാത്ത ഓള്. അതെ, ജമാലിന് വയറ്റിലുണ്ടാവുമ്പോ എന്നോള് കൊല്ലുന്നവരെ ഞാൻ പേടിച്ചിരുന്നു. ആ വീട്ടിൽ നിന്ന് ഞാൻ പച്ചവെള്ളം പോലും കുടിച്ചിരുന്നില്ല, കുടിക്കാൻ എനിക്ക് പേടിയായിരുന്നു. പോട്ടടി പോട്ടെ, നാളെ തന്നെ ഞാൻ അന്റെ പേർക്ക് എഴുതി തരാം. എന്തേ? നമ്പൂരച്ച എവിടിക്കാ രാവിലെ തന്നെ? കാതറോ ആ നോക്കി കിടന്നോളി, അല്ല വണ്ടി വന്ന വണ്ടിക്കാരനാ കുഴപ്പം. പറങ്കിമാവൊക്കെ പൂക്കാറായേ. അടിപ്പൊന്ത വെട്ടാൻ 2 ആളെ കിട്ടണം. തന്റെ കയ്യിൽ ആളുണ്ടോ കാതറേ? ഇപ്പത്തെ കാലത്ത് പണിക്കാരെ തെരഞ്ഞെടുന്ന ഒലക്ക കിട്ടും, അതും ഇങ്ങളെ ഈ കൂലിക്ക് അണ്ണാച്ചികളെ വരെ കിട്ടൂല. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഞാനൊരു ഐഡിയ പറഞ്ഞുതരാം. ചായക്ക് പൈസ എന്താ തന്റെ അടുത്ത് വല്ല യന്ത്രം ഉണ്ടോ? അതല്ല, നിങ്ങളെ പറമ്പ് വിൽക്കാന്ന് പറഞ്ഞാ മതി. എന്നാ പിന്നെ കച്ചവടക്കാര് വന്ന് ഇങ്ങനെ നിരങ്ങിക്കോളും. ഇത് പറയാനാണോടോ എന്നോട് വിളിച്ചു വരുത്തിയേ? വഷളൻ. കുറെ തടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, പറഞ്ഞാ മനസ്സിലാവണം.
എന്തായാലും ഉള്ളിയിലിപ്പോ ഉപ്പിന്റെ ആവശ്യം ഉണ്ടാവൂല, കണ്ണീര് ആവശ്യത്തിന് വരുന്നുണ്ട്. ചായ എന്താ ഇവിടെ നാഷണൽ പെർമിറ്റ് വേറെ തക്കാളി പോലെ ആയല്ലോ ഞാന്. എന്താണ് വന്ന് കിടക്കണേ മലേ? ഒന്ന് പിടിക്കണ ബഹേറെ. എന്റെ മോഡല് പുറത്തേക്ക് വരണുണ്ടല്ലോ. അയ്യോ അടച്ചോനെ, മല വന്ന് വീണ പോലെ ആയി മേല്. ഒന്ന് പൊക്കിയടാ. ഇല്ലോ കൊല്ലോ ആളെ കൊന്നിട്ടാ ഇല്ലോ. നാശം പിടിക്കാൻ ഓരോരോ മാരണങ്ങളെ ചവിട്ടിയ തേങ്ങ പോലെ ആയ മക്കളെ ഞാന്. അപ്പേ എന്താണ് കരുതിയേ? ആളെ കൊന്നിട്ട് ഇങ്ങോട്ട് കേറിക്കോളി, ഇത് ചാഞ്ഞ മരാണല്ലോ. ചായ വേണ്ട, ചോറും വേണ്ട, നോമില്ലത്ത് പോയി കഴിച്ചോളാം. അതാ നല്ലത്. ആകെ കാട് പിടിച്ച് കിടക്കണല്ലോ ഇത്. ഇത് വെട്ടി വെടുപ്പാക്കാൻ പണിക്കാരും കിട്ടാത്ത കാലം ഇത്. എല്ലാത്തിനും ഞാൻ തന്നെ വേണം. അസ്സലാമലൈക്കും. വലൈക്കും സലാം. ഈ സ്ഥലം എന്റേതല്ലേ? കൊറേ കാലായി ഞാൻ ഇത് കാണാൻ തുടങ്ങി. ആർതാന്നൊരു പുടുത്തലടിക്കേനും ഈ ഇപ്പൊ ഗൾഫൊക്കെ ഒഴിവാക്കി ഇവിടെ തന്നെ അങ്ങോട്ട് കൂടിയാ. എന്താ കാട്ടണ്? പണ്ടത്തെ പോലെ ഒന്നുമല്ല. ഇപ്പൊ അവിടെ കൊണ്ടൊന്നും ഒരു ഗുണമില്ലാന്ന്. അതൊക്കെ ഈ വെറുതെ പറയാ. ഗൾഫിൽ നിന്ന് വന്നും കണ്ട് ഓരോരുത്തർ എത്ര പറമ്പും വരെയാ വാങ്ങിക്കൂട്ടണ്. ഈ ഞാൻ തന്നെ എത്ര ആൾക്ക് നല്ല നല്ല പറമ്പും വരെയും വാങ്ങി കൊടുത്തിക്കണ്. ഇന്നത്തെ കാലത്ത് നല്ല രീതിയിൽ പോണവർക്ക് ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ലാന്ന്. അനക്കെന്താ പ്രാന്ത? കോരിന്റെ അകത്ത് തെങ്ങ് വെച്ചിടേ. എന്തെങ്കിലും ഒന്ന് വെച്ചു പിടിപ്പിച്ചാലല്ലേ ഇത് പറമ്പാണെന്ന് തോന്നുന്നു. അനക്ക് വെച്ച് പിടിപ്പിക്കാനും കൊത്തിക്കളക്കാനും ആണെങ്കിൽ ഒന്നാന്തരം പറമ്പ് ഞാൻ മേടിച്ച ഇത് ഈ വല്ല കോറിക്കാർക്ക് കണ്ട് കൊടുത്തളി. അത് ശരിയാ. അതിന് പാരെ കിട്ടുക. അനക്ക് കബൂലാണെങ്കിൽ പാർട്ടീനായിട്ട് ഞാൻ ഇപ്പൊ എത്താം. ഈ ആധാറായിട്ട് അങ്ങോട്ട് റോഡ് ആയിക്കോട്ടെ. വലൈക്കും അസ്സലാം. ഞാൻ പള്ളിയിൽ പോയി വരാം. ആയിക്കോട്ടെ. ഒന്ന് വേഗം വരേ. അല്ല അനക്കിപ്പോ ലാശത്ര കിട്ടണ്ടേ? ഞാൻ ഒരു കൊല്ലം മുമ്പ് 15 വാങ്ങിയതാ സ്ഥലം. സെന്റിന് 20 കിട്ടണം. അല്ല 25 ഞങ്ങൾ വിറ്റുതരാം. ഞങ്ങക്ക് ചാടിക്ക് എന്താ തരാം? അതൊരു 15,000 ഉറുപ്പ്യ തരാം. അത് പോരാ, ഞമ്മക്കൊരു 30 ഉറപ്പിച്ചാലോ? എന്തേ? മുക്കരക്കെന്താ ബാങ്കുള്ളൂ? നിസ്കാരമില്ല. അല്ല നിസ്കരിച്ചിട്ട് പോയാ പോരെ? അതിനൊന്നും ടൈമില്ല. ഇത് ഇന്ന് തന്നെ നടക്കണം. പിന്നേക്ക് മാറ്റാൻ പറ്റില്ല. ഇങ്ങോട്ട് നടക്ക്. അവിടെ ചെന്നിട്ട് ഈ 25 പറയണം. അല്ലാ നോണ പറയാനാ? അതെനിക്ക് പറ്റൂല. മുണ്ടരുത്. കച്ചവടം തന്നെ അങ്ങനെയാണ്. കേറിക്കോ. വണ്ടി എടുക്ക പോവും. ആയിക്കോട്ടെ. കേറിക്കോളി, കേറിക്കോളി. അപ്പോ കാര്യങ്ങളൊക്കെ ഇവര് പറഞ്ഞില്ലേ? എന്നാ മൊയ്തുട്ടി ബാക്കി കാര്യങ്ങളൊക്കെ ചണ്ടിച്ചു. എന്തേ? അതന്നെ. എന്നാ ചെല്ലി. ശരി. ഉമ്മാക്ക് സുഖല്ലേ? അതെ,
ഉമ്മാനോട് ഞാൻ പിന്നെ വിളിക്കാൻ പറയാം. എന്നാ ശരി, ഓക്കെ. ഈ ആ പൈസ അങ്ങോട്ട് എടുത്ത നിങ്ങളാ പറമ്പ് ശരിക്കും നോക്കിയില്ലേ? അതൊക്കെ നോക്കിയതാ. ഈ എഗ്രിമെന്റ് ഒന്ന് ഒപ്പിട്ടെ. എവിടെയാണ് ഒപ്പിടേണ്ടത്? എനിക്ക് വേഗം പൈസ കിട്ടണം. ഇതിൽ 6 മാസത്തെ അഗ്രിമെന്റ് ആണല്ലോ. എഴുത്തൊക്കെ അങ്ങനെ തന്നെ. അനക്ക് പോണേ നാളെ തന്നെ രജിസ്റ്റർ ആക്കാം. എന്നാ നമ്മളാണ് പോയാലോ? അസ്സലാമു അലൈക്കും. എന്നാ ശരി, കാണാം. ഓക്കെ. എങ്ങോട്ടാണോ ഇയാളെ കൊണ്ടോണേ? ഈ തന്തന്റെ പേരിൽ ഒരുപാട് സ്വത്തുക്കളുണ്ട്. മരിച്ചാ 100 അവകാശികളാ. അതിനു മുമ്പ് കൊണ്ടുപോയി ഒപ്പിടിപ്പിക്കണം. ഡോ, എങ്കി ഒരു ഓട്ടോ വിളിച്ച് കൊണ്ടുപോയിക്കൂടാ ഇയാളെ? ഈ ചരല് കണ്ട ഓട്ടോ ഇങ്ങോട്ട് അടുക്കൂല. വേഗം കൊണ്ടുപോകാൻ. എത്തിയാലെത്തി, കൊണ്ടുപോയി നോക്കാം. ശിവ ശിവ, ഒരു തരി മണ്ണിന് വേണ്ടി എന്തൊക്കെ കാണണം ഈ ഭൂമിയില്. ഇവരുടെയൊക്കെ സ്ഥിതി എന്താവോ? ഇനിയല്ലേ പൂരം. കോമളനായ നമ്മളെ കൂടെ പെണ്ണുങ്ങള് വന്നത് പൊല്ലാപ്പ് കണ്ടുപോന്ന 3 കാക്ക ഒരു ഗോൾഡ് ഫ്ലാക്ക്. അത് പറ്റിയാണ്ട് വേണ്ട. വീട് വണ്ടി സ്റ്റേഷനിലേക്ക്. എവിടേക്ക്? പോലീസ് സ്റ്റേഷനിക്കോ? പോലീസ് സ്റ്റേഷനിക്കോ? അങ്ങട്ടെ വീടാങ്ങട്ട്. ഈ പൊട്ടൻ എന്താ പോലീസ് സ്റ്റേഷനില്? എന്താ കാതറാക്കാതെ ഓട്ടർച്ച ഒട്ടാകാ നിങ്ങളില്ലല്ലോ വീട്ടോടിയതാ കണ്ട്. ഓരത്തന്റെ ചങ്ങായി അത് പെണ്ണല്ല വണ്ടിയാണ്. ടൈം ആയിട്ടില്ല. എന്തിന്? തീവണ്ടി വരാന്. പോലീസ് സ്റ്റേഷനിൽ വാടക തരുള്ള പന്നി കിട്ടണോ? അയ്യോക്ക് സകല ബലാലും വന്ന് കേറും ഇന്റെ ഈ വണ്ടിയില്. ആര്? റഷീദോ? എന്തായി, പണിയൊക്കെ കഴിഞ്ഞോ? ഇന്നത്തൊക്കെ ഒരുവിധം കഴിഞ്ഞു മുതലാളി. പിന്നെ പണിക്കാര് ഓർക്കുള്ള പൈസ. മോളെ, ഒരു 3500 ഉറുപ്പിക എടുത്താ. അലമാരിന്നാണോപ്പാ? ആ. റഷീദ് കാ, ഉമ്മാക്ക് സുഖല്ലേ? ഉമ്മാരോട് എന്റെ അന്വേഷണം പറയണം. മൊലാളി മൊലാളി മൊലാളി, എന്താ സ്മൈല്? കോറിക്ക് പോണ റോഡ് ആരോ അടിച്ചിക്കണ്. എന്റെ റബ്ബേ, ചതിച്ചോ? എന്താ സ്ഥിതി? എത്ര കുടുംബങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലം അത്? ആരാണ് ഈ കൊടുഞ്ഞത് ചെയ്തത്? അല്ല, ഈ സ്ഥലങ്ങൾ പണ്ട് വിറ്റല്ലേ? നല്ല സ്ഥലം കേട്ടോ. അന്ന് തോന്നിയ ഒരേ മണ്ടത്തരങ്ങള്. ഇപ്പൊ ഞാൻ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിനിപ്പോ ലക്ഷങ്ങളാ. അത് അന്നൊരു വാക്ക് പറഞ്ഞ് കുടുങ്ങിയതാ. ഇപ്പതിങ്ങനെ കാണുമ്പോ
എന്റെ നെഞ്ചിങ്ങനെ പിടക്കുക. അതൊക്കെ പോട്ടെ, ആ വേഗം പോവാ. ആയിക്കോട്ടെ. നിശ്ചയം തുടങ്ങിക്കാണും. അലിയാരൊന്ന് കാണും വേണം. ആളോ മനസ്സിലാണോ ഇല്ല ഇവിടെ എവിടെ നമ്മളൊന്ന് മൈൻഡ് ചെയ്തടം കയ്യേ അവർ കുത്തി തള്ളിട്ട് പോയി. അല്ല മലയാളി മലയാളി വരി. ഇത് വരണ ഇസ്മായിലേ. ചോറൊക്കെ വെക്കണ ഇപ്പൊ എവിടെയാണാവോ? ഒന്നും കാണാനില്ലല്ലോ. ആ ഇരിക്കട്ടോ. നമ്മൾ വന്നിട്ടുണ്ട്. അസ്സലാമലൈക്കും. മലയാളി അല്ല ചോറപ്പം വലൈക്കും അസ്സലാം. ഇസ്മായിൽ എല്ലാവർക്കും വെള്ളം കൊടുത്താ? ഇരിക്കി അല്ല എല്ലാരും ഇരിക്കി അല്ല ഇരിക്കി. നമ്മളാരും മെയിൻ ചെയ്യില്ലല്ലോ. ഇരിക്കട്ടോ. ഉസ്മാനെ അല്ലടാ എപ്പോഴാണ് പരിപാടി? എല്ലാവർക്കും വെള്ളം കൊടുക്ക്. ഇവിടെ ഇരിക്കും. ആ ഞാൻ ഇരുന്നോളാം. അസ്സലാമലൈക്കും. എത്ര വൈകി? ഒന്നുമില്ല, നടന്നെത്തണ്ട മോനെ. എല്ലാവർക്കും വെള്ളം കൊടുത്തു ഇസ്മായില. ഇവിടെ കൊടുത്തു ഇവിടെ കൊടുത്തു. അല്ല ചോറപ്പഴാ. അല്ല എന്നപ്പോ ഞമ്മക്ക് കല്യാണം നിശ്ചയിക്കണ്ടത്? അതിപ്പോ നല്ലൊരു ദിവസം നോക്കി നിങ്ങളെന്നാണ് നിശ്ചയിച്ചാളി. ചെക്കന് അധികം ലീവില്ല എന്നാ പറഞ്ഞത്. ഈ വരുന്ന ശവ്വാൽ 15 നമുക്കതാണ്ട് ഉറപ്പിച്ചാലും അലിയാലും. എല്ലാരും വരും ഭക്ഷണം കഴിക്ക. എല്ലാരും കയറി എല്ലാരും കയറി അകത്തേക്ക് ഇരിക്കും. എല്ലാരും വരും കയറിക്കണേ. കയറി അകത്തോട്ട് ഇരിക്കും. അവിടെ കയറി ഇരിക്കേ. വാ വരി അല്ല നമ്മളും അയ്യവിടെ ഇരുന്നപ്പോ അതിന് തട്ടിയാണ്ട് പോണ അവിടെ ഇന്ന് വിളിക്കാം. അതെ മണക്കുണ്ട്. അതെ ഇപ്പൊ ഉണ്ട് ഓരോരോ ആചാരങ്ങള്, വേണ്ടാത്ത ആചാരങ്ങൾ. തലേ ദിവസം ഒരു കല്യാണം, അതുകൊണ്ട് ബുദ്ധിമുട്ട് ആർക്കാം? പാവപ്പെട്ട ജനങ്ങൾക്ക്. അത് ശരിയാ, തലേ ദിവസത്തെ കല്യാണം പറഞ്ഞിട്ടില്ലെങ്കിൽ ഇപ്പൊ ആരും കല്യാണത്തിന് വരൂല. എനിക്കിപ്പോ തന്നെ കല്യാണം. ഇക്കിപ്പോ തന്നെ കല്യാണം. അല്ല കെട്ടിച്ചരാ എന്നിട്ട് പോരെ. ഓൻ ഗൾഫുകാരനാന്ന് തോന്നുന്നുണ്ട്. എന്താ വൈകി? ഞാൻ വേറൊരു വഴിക്ക് പോയതായിരുന്നു. അല്ല അവറാൻകുട്ടിയെ ഇജ്ജെന്ത് പണിയാ കാട്ടിയത്? എന്താ അലിയാരാക്ക കാര്യം? ഇജ്ജാ സ്ഥലം വിറ്റേന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ കണ്ടിട്ടല്ലേ ഞാൻ എന്റെ മോളെ കല്യാണം ഉറപ്പിച്ചത്. എത്ര കുടുംബങ്ങൾ അതുകൊണ്ട് കഴിഞ്ഞു പോകുന്നത്. നിങ്ങൾ പേടിക്കണ്ട എന്റെ അലിയാരാക്ക. നമ്മളെ മുക്രിക്കാണ് അതിന്റെ ഇടപാടൊക്കെ നടത്തിയിരിക്കണത്. അന്നെ മുട്ടിക്കാത്ത ആളാണെന്ന് എനിക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. എന്നാ ചെല്ലേ പോയി ഭക്ഷണം കഴിക്കേ. അത് കേട്ടപ്പോ ഞങ്ങളൊക്കെ ഒന്ന് ബേജാറായി. ഇന്ന് മീനൊന്നും കിട്ടിയില്ല ഉമ്മ. എന്ന് ഈ പച്ചക്കറി തിന്നു മടുത്തു. എന്താ മോളെ ഒരു ശബ്ദം? തൊടിനാണുള്ളത്. ഞാൻ പോയി നോക്കിട്ട് വരാം ഉമ്മ. ഉമ്മ എന്താ മോളെ? ആരാ അവിടെ തേങ്ങ ഇടണ്ടല്ലോ? അതിന് ഞാൻ ആരോടും തേങ്ങ ഇടാൻ പറഞ്ഞിട്ടില്ലല്ലോ. ആരെങ്ങള്? നിങ്ങൾക്ക് പറമ്പെങ്ങാനും പറ്റിയ? പറമ്പ് പറ്റിയ ഞങ്ങൾക്കല്ലടി നിങ്ങക്കാ. എന്താ ജമല ഈ പറയണത്? ഇനി പറയല്ല, കാണിക്കാനാ പോണത്. എത്ര തേങ്ങ ജമാലെ? ഞാൻ എണ്ണീട്ടില്ലമ്മ, അപ്പോത്തിനെല്ലാം തള്ളി മോളും. എന്താണ് ഇവിടെ തന്നെ കൂടാൻ തീരുമാനം? പിന്നെ ഇത് ഞങ്ങളുടെ വീടല്ലേ, വീട്ടിലത് ഞങ്ങൾ എവിടെ കൂടുക? ഞങ്ങളുടെ വീട് ആ കാലം കഴിഞ്ഞടി. അനക്ക് ഓർമ്മണ്ടടി അന്ന് ഈ പുരയിലേക്ക് ആദ്യം ഞാൻ കേറി വന്നപ്പോ ഇച്ച ചൂലെടുത്ത് ആറ്റി ഇറക്കിയത്? എനിക്ക് ഇപ്പോഴും ഓർമ്മണ്ടടി ചൂല്. അതേടി, അന്ന് ഞാൻ ചെയ്തില്ലായിരുന്നെങ്കിലേ എന്റെ മോളും ഞാനും പെരുവഴിയിൽ ഇറങ്ങേണ്ടി വന്നിരുന്നു. എന്നിട്ടിപ്പോ എന്തായി? ഇപ്പൊ പെരുവഴിയിലായില്ലേ?
ഇത് കണ്ടടി, ഈ പോരേണ്ടി പറമ്പിന്റെ ആധാരം ഇത് പിന്നെ പേരില്ല. ഇപ്പൊ കണ്ടു ഇവിടുന്ന്. അങ്ങനെ ഈ പറഞ്ഞാൽ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങൂലടി. എന്താ നബീസ പ്രശ്നം? ഈ ഒരുമ്പട്ടോൾ ഇവിടുന്ന് ഇറങ്ങൂലെന്ന്. എന്താടി അനക്ക് ഇറങ്ങാനൊരു മടി? ഇവള് പറയുന്നതാണ് കാര്യം. ചാവിട്ടി പുറത്താക്കണ്ടൊക്കെ മര്യാദക്ക് ഇവിടുന്ന് ഇറങ്ങിക്കോ. ഈ പ്രായമായ പെൺകുട്ടീനെ കൊണ്ട് ഞാൻ എവിടേക്ക് പോവാനാണ്? എവിടെങ്കിലും പോയി തൊലയടി. എനിക്ക് എന്റെ മോൾക്ക് ഈ ഗതി ഒന്ന് വേഗം തന്നെ അറിയിക്കാണേ. നിങ്ങളിവിടേക്ക് ഞാൻ പോയി സംസാരിച്ചു വരാം. ആരാ മുക്രിയോ? ഓലിപ്പോ കച്ചവടം ചെയ്യാൻ വന്നാണ്. ഓലിക്കാര് ഭയങ്കര ലാഭം പറഞ്ഞിരിക്കണം. ഓലിപ്പം വന്നാലേ ഞമ്മൾ 2 ലക്ഷം അധികം പറയണം. എന്തേ ഞാൻ പോട്ടെ. അല്ല ഇങ്ങക്ക് എന്താ ഇയാളായിട്ട് ബന്ധം? വായിന്റെ എണ്ണം പിടിച്ച് കിടക്കുന്ന തള്ളനെ രജിസ്റ്റർ ഓഫീസ് കൊണ്ടുപോയിട്ട് കാര്യം കഴിഞ്ഞപ്പോ അവിടെ തന്നെ ഇട്ടുങ്ങാണ്ട് പോന്ന ആളാണ് അയാൾ. നമുക്ക് മുക്കര് വരണുണ്ട്. നടക്കൂല മക്കളെ, നടക്കൂല. 2 ലക്ഷം അധികം കൊടുക്കണം. നമുക്ക് നേരിട്ടൊന്ന് പോയി ചോദിച്ചോക്കാം. നിങ്ങൾ വരി. അത് വേണോ? അത് വേണം. ഹംസാക്ക, ഹംസാക്ക, എന്താ പറയാനെ? ഞാൻ തന്ന സ്ഥലത്തെ റോഡ് നിങ്ങൾ ബന്ധാക്കി. ഒരു 100-500 കുടുംബം കൊണ്ട് ജീവിക്കണ്ടെന്ന്. അത് എനിക്കറിയേണ്ട ആവശ്യമില്ല. എന്റെ സ്ഥലത്ത് ഞാൻ തോന്നിയത് ചെയ്യും. എന്തേ അങ്ങനെ പറയല്ല ഹംസേ. എന്റെ മോളുടെ കല്യാണം ഇത് കണ്ടിട്ടാണ് ഞാൻ ഉറപ്പിച്ചിരുന്നത്. എന്നൊരു കാര്യം ചെയ്യും, ഒരു 5 ലക്ഷം ഉറുപ്പ്യ ലാഭം ഇങ്ങോട്ട് തന്നാളെ. എന്നാ പറമ്പ് ഇങ്ങ കണ്ടു തരാം. എന്തേ? അത് നമ്മളെ കൊണ്ട് കഴിയില്ല. പറ്റൂലെങ്കിൽ ഇറങ്ങി പോയിടം നായ്ക്കളെ. എടാ ഇജ്ജി കോലത്തിലാണെങ്കിൽ പൈസക്ക് വേണ്ടി ആളെ കൊല്ലാനും മടിക്കൂലല്ലോ. എന്റെ ബാപ്പാന്റെ ഓസാരൊന്നുമല്ലല്ലോ. ആരെ ഓസാരാന്ന് അനക്കാൻ കാണിച്ചു തരടാ. എന്താണ്ട് കാണിച്ചു തരാ? ആലിമിങ്ങളോട് കളിക്കണ്ട. ആലിമിന്റെ കുപ്പായിട്ടിട്ട് നാട്ടുകാരെ പറ്റിച്ച നടക്കണ ആനക്കൊക്കെ ഒന്ന് തന്നാല് പടച്ചോനെ കൂടിയിട്ടു. നമ്മളെ കമ്മീഷൻ പോയി, തല്ലും കിട്ടി. വല്ലാത്തൊരു ദുനിയാവായി ദുനിയാവ്. തടീനെ നയിച്ചു കഴിയാലോ. ഇങ്ങോട്ട് മാറിക്കടാ. ഓന്റെ ഓസാരം എടുക്കും. ഇങ്ങോട്ട് മാറടാ. പണിയും അന്റെ മോളെ കല്യാണം ഈ ഹംസ ജീവിച്ചിരിക്കുമ്പോ നടക്കൂലടാ. ഹംസ നടത്തിക്കൂലടാ. നോക്കണ ചിത്തോളണ്ടങ്ങ തടുക്കടാ. വിടണന്നെ. വെറുതെ മനുഷ്യനെ മെനക്കെടുത്ത. ഓ
റഷീദ്ക്കാ, 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 റഷീദ്ക്കാ. എന്താ സ്മെല്? മോലാളിന്റെ മോളെ കല്യാണം മുടങ്ങിയിരിക്കണ്. എന്താ സ്മെല് ജി പറഞ്ഞത്? ഈ ഒരു കാര്യം ചെയ്യും, ഈ ആ വണ്ടിൻ്റെ അടുത്ത് കേൾക്കോ, ഞാൻ എത്തിക്കോളാം. വേഗം വാ. മുതലാളി, മുതലാളി നോക്ക്. പതുക്കെ. നമ്മുടെ ഇപ്പൊന്നുമില്ല മോളെ. ഡോക്ടറെ കാണിച്ചിട്ട് തിരിച്ചു വരും. ഉസ്മാനെ, ഇവിടെ തന്നെ ഉണ്ടാവണം കേട്ടോ. ആ ആയിക്കോട്ടെ. ഉസ്മാനെ, ഞാൻ വെള്ളം കൊണ്ടുവരാം. കുടിക്കണം. വലൈക്കും അസ്സലാം. അല്ല ഒറാൻകുട്ടിയെ, സ്വസ്ഥായിട്ട് ജീവിക്കാൻ വന്ന് ഇപ്പൊ അങ്ങനെ പോവുക. ആർക്ക് പോടാ അങ്ങോട്ട് മാറ്റാ. ഉസ്താദെ, സ്വസ്ഥായിട്ട് എന്തെങ്കിലും ചെയ്ത് ജീവിക്കാൻ വേണ്ടി ഗൾഫ് ഒഴിവാക്കി വന്നതായിരുന്നു. ഇങ്ങോട്ടിപ്പോ എന്തേയി? കയ്യിലുണ്ടായിരുന്ന കാശുകൊണ്ട് കുറച്ച് ബ്രോക്കർമാർ എന്നെ കൊണ്ട് പറമ്പെടുപ്പിച്ചു. അതുകൊണ്ടുണ്ടായ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ. ആ വിറ്റ പൈസ പിന്നെ എത്തി കാട്ടി. മദ്യം പറഞ്ഞ് രജിസ്റ്ററിന് പറഞ്ഞയച്ചൊരുത്തൻ അതും പറ്റിച്ചു. നാട്ടിൽ നടക്കണ ചുറ്റിക്കൊന്നും ആർക്കും പൂർത്തം കിട്ടിയില്ല അവറാക്കുട്ടിയെ. അല്ല പോവന്നെ ഒക്കെ മനസ്സിലായി. പണക്കാരെപ്പോ ആളുണ്ടാവുള്ളൂ, പാവപ്പെട്ട ഗൾഫുകാരൻ ഒന്നുമല്ലാന്ന് മനസ്സിലായി. വല്ലാത്തൊരു ദുനിയാവാണ് ഈ ദുനിയാവ്. ഞമ്മക്ക് നല്ലത് ആ മരുഭൂമി തന്നെ. ഇജിപ്പോ പോകർപ്പിച്ച സ്ഥിതിക്ക് ഇജ് അവിടെ എത്താലും ഉടനെ എനിക്കൊരു ക്യാമറ മൊബൈൽ എടുത്ത് കൊടുത്തേക്കണം, മനസ്സിലായ? അപ്പോ അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. കിട്ടിയാ കിട്ടി, മറക്കണ്ട. ക്യാമറ മൊബൈല് വലിയ ഗൾഫേര്. വല്ലാത്ത പടപ്പ്. ഇരിക്കാനും കൂടെ വയ്യ. എന്റെ തൈലം കഴിഞ്ഞിട്ട് എത്ര ദിവസമായി. എന്തമ്മ ചെയ്യാ, കോറി മുടങ്ങിയിട്ട് എത്ര ദിവസമായി. വല്ല ഓലിയും മടലും കൊണ്ടുവന്ന ഓട്ടോ മറ്റോ കിട്ടിയാലായി. കടം വാങ്ങാൻ ഒരാളും ബാക്കിയില്ല. അതിൽ കൂടി 2 എത്തിയുമായ കുട്ടികളും ഓലെ കാര്യം നോക്കണം. അല്ലാ, ഈ ഒരു പണ്ടാർക്കാരുടെ കച്ചവടം കാരണം എല്ലാരും കുടുങ്ങി. ഈ ദുനിയാവില് വെട്ടിപ്പിടി അംസയ്ക്ക്
ഒരു പറമ്പും വെട്ടിപ്പിടിക്കാനുള്ള ആവത് കൊടുക്കരുതേ എന്റെ റബ്ബേ. ആ വരവ് കണ്ടിട്ട് എന്താ തടഞ്ഞ പോലെ ഉണ്ട്. എന്താ രണ്ടും ഇവിടെ ഇരിക്കുക? ഞങ്ങൾ കാര്യം ചെയ്യ്, കുഞ്ഞാലിയാക്കാന്റെ കടയിൽ നിന്ന് ഒരു ചായം കുടിച്ചിട്ട് അവിടെ ഇരിക്കാം. അതൊന്നും വേണ്ട, അനക്ക് സമയം ഉണ്ടെങ്കിൽ ഇവിടെ ഇരിക്ക്. എല്ലാ കാതറേ കുറഞ്ഞ കായ്ക്കൊല്ല റബ്ബർ നോട്ടും കിട്ടാനരുത്. ഇവിടെ ഒരു സെന്റ് സ്ഥലം കിട്ടാനില്ല. അഥവാ കിട്ടാണ്ടെങ്കിലും ആദ്യം ഒരു 100 ബ്രോക്കർമാർ. ചെലവിന് കാശില്ലടാ, എന്താ ചെയ്യാന്നറിയില്ല. ഇങ്ങക്ക് പറ്റുമെങ്കിൽ നിങ്ങളെ മുതലാളിനെ കൊണ്ട് അട്ടപ്പാടി ഭാഗത്ത് കുറച്ച് സ്ഥലം എടുപ്പിക്കാൻ പറ്റും. ഇന്ന മുതലാളുടെ കാറിൽ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയും ചെയ്യാം. ഞമ്മക്ക് ആ പഴയ ബിസിനസ് തുടങ്ങുകയും ചെയ്യാം. ഏത് മറ്റേതോ? എന്താ സാധനത്തിന് ഇപ്പൊ ഇവിടെ ഡിമാൻഡ് എന്ന് പറയാം. വിൽക്കുന്ന കാര്യം ഞാനേ ഇതൊരു പണി നമ്മളെ മുതലാളിരുന്ന് വിട്ടിട്ട് എന്നാ പോവാ നമുക്ക്. ശരി എന്നാ എനിക്ക് എടാ മൊയ്തു, 10-20 ലക്ഷം റുപ്യാണ് കയ്യില്. നോക്കി പോണം. പിന്നെ കൂർക്ക വലിച്ചു ഉറങ്ങാനല്ല എന്നൊക്കെ കൂടെ കൊണ്ടുപോണത്. ശരി. അവിടെ പോവാ. ഇതാ കാതറിന്റെ വണ്ടി. ഹലോ, ഒരു സവാരി പോണല്ലോ. വീടോ വണ്ടി കൊല്ലാൻ പറ്റോ? എന്താണോ ഇത്? ഇതും ഭേദം ബസ്സിന് നോക്കിയോളാം, അതാ നല്ലത്. രണ്ട് കാലുള്ള ആന പോണ്. ഇതാരാ മനുഷ്യനാ പോണത്? എവിടുക്ക ചട്ടനും പൊട്ടനും കൂടി ഓനക്കൊരു പെണ്ണ് കാണണം. ഒരു പെണ്ണ് കാണണം. എന്നാ കേറ്. ആയിക്കോട്ടെ, കേറ്. അങ്ങനെ കേറി അതിഥികളെ പറഞ്ഞാൻ പോകുന്നു. ഈ ഡബ്ബർ മരത്തുമ്പോ ചിരട്ട വെച്ച മാതിരി ഇങ്ങനെ തെറിച്ചിരിക്കാതെ അങ്ങോട്ട് കേറിയിരിക്കണം. നേണ്ടേ പടച്ചോന്റെ വിളി ഓട്ടർഷിട്ട് തിരിമുരു പോലെ എപ്പോഴാന്നറിയില്ല. കർത്താനിക്കണ്ട ഇസ്മായിലേ, ഒന്ന് മുണ്ടായിരിക്കട്ടാ. ഞാൻ കാണാൻ പോണ പെണ്ണിനെ പറ്റൊന്ന് കിനാവ് കാണട്ടെ. 20 ലക്ഷം ഉറുപ്പ്യ ഇപ്പം നമ്മൾ കൊടുക്കണം. ഇനി രജിസ്റ്ററിന് വരുമ്പോ ഒരു 20 ലക്ഷം കൂടി കൊടുക്കണം. 40 ലക്ഷം ഉറുപ്പ്യ കൊടുത്താലെന്താ? നല്ലൊരു 1-ാം തര സ്ഥലല്ലേ ഞമ്മക്ക് കിട്ടിയത്. ഏത് നിർത്ത് സൈഡാക്ക്. ആ പേപ്പർ എടുത്ത് സാറിന് തേല്. ഒന്ന് നിവർത്തി കൊണ്ടിടോ. ഇത് പുതുക്കിയതല്ലേ? ശരി എന്നാ പോക്കോ. പോ. നിർത്ത് സൈഡാക്ക്. എവിടുന്നാടായിരുന്നു? അട്ടപ്പാടിന്നാ സാറേ.
എന്താടോ ഇറങ്ങാനൊരു മടി? താനാരാ? നിങ്ങളെ മുതലാളിയാണ് സാറേ. എന്നോട് ചോദിച്ചില്ല. ഇറങ്ങ, ഇങ്ങോട്ട് ഇറങ്ങടാ. നിക്കടാ അവിടെ. എന്താടാ വണ്ടിയില്? എനിക്കറിയില്ല സാർ. പിന്നെ എന്തിനാടാ അവർ ഓടിയത്? അങ്ങോട്ട് പോയി നോക്കാം. കേറി നിക്കടാ ഇങ്ങോട്ട്. എന്താ സാർ അവർ രക്ഷപ്പെട്ടു. ആ ഡിക്ക് തുറന്ന് നോക്കടോ. ശരി സാർ. സാർ ഇത് കഞ്ചാവാണല്ലോ. അപ്പൊ ഇതാണ് ബിസിനസ് അല്ല മുതലാളി? പഠിച്ചോന്നാണ് സത്യം. ഞങ്ങൾക്കൊന്നും അറിയില്ല സാർ. സാർ ഒരുത്തം കൊക്ക വീണു. താൻ അയാളെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ നോക്ക്. സാർ എടോ ഇയാളെ പിടിച്ച് വണ്ടി കയറ്റടോ. പഠിച്ച റബ്ബാണ് സത്യം. ഞമ്മക്കൊന്നും അറിയില്ല സാർ. ഇത് ഓല് രണ്ടാളും കൂടി ഒപ്പിച്ച പണിയാണ്. ഞമ്മക്കിതിൽ യാതൊരു പങ്കുമില്ല. ഏത് കള്ളന്മാർ ഇതൊക്കെ തന്നെ പറയാറ്. മുതലാളി കയറിയാട്ടെ, ബാക്കിയൊക്കെ നമുക്ക് സ്റ്റേഷനിൽ പോയി സംസാരിക്കാം. എന്റെ 10-20 ലക്ഷം പോയല്ലോ പടച്ചോനെ. ഉമ്മാക്ക് പൈസ പോയാലേ സങ്കടം. ഇപ്പൊ കുടുങ്ങിയാലും ഒന്നുമില്ല. കുടുങ്ങിയത് കുടുങ്ങി. ഇനി അതിന് പിന്നാലെ നടക്കണം. ലക്ഷങ്ങൾ ചെലവാക്കാൻ ഇന്നെ കിട്ടൂല. ആ നിക്കട്ടെ 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 നിക്കട്ടെ. നല്ല പറമ്പ്, ക്വാർട്ടേഴ്സ് ഇങ്ങനെ കെട്ടിടാൻ പറ്റിയ സ്ഥലം. ഒരുപാട് കോട്ടേഴ്സ് അതിൽ കെട്ടിട്ടിട്ടുണ്ട്. ഒരുപാട് കോട്ടേഴ്സ് ഉണ്ട്. ഈ പുറത്ത് കാണാതെയോ? അത് പള്ളിപ്പറമ്പാണെന്ന് മനസ്സിലാ. പള്ളിന്റെ കഥ പറഞ്ഞപ്പോഴോ ഈ ബാങ്ക് കൊടുക്കുന്ന കേട്ടിനാ? ഞാൻ ഈ ഡീസൽ വണ്ടി എടുത്തതിന്റെ ദിവസം ബാങ്ക് കൊടുക്കുന്ന കേട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് പറമ്പ് ആണെങ്കിൽ ഒന്നാം തരം ഒരു പറമ്പ് ഞാൻ കാണിച്ചു തരാം. ആ തരികടൊന്നും കാട്ടണ്ട, വാടക തരേണ്ടി വരും. എന്നാ കേറി വാടക അവിടെ നിങ്ങക്ക് ബാങ്ക് കൊടുക്കാൻ നേരെ വണ്ടി വിട്. വേഗം പോട്ടെ വേഗം പോട്ടെ. നേരൊരു പാട. നല്ല സ്ഥലമാണ്. കുഴപ്പമില്ല കേട്ടോ. കണ്ടങ്കാതർ പറഞ്ഞ കേട്ടില്ല. നല്ല തെങ്ങൊക്കെ ഉണ്ടല്ലോ. നല്ല സ്ഥലം കേട്ടോ. എടുത്തപ്പോ ചുളിവിന് കിട്ടിയ ഒരു സംഖ്യയൊക്കെ മറിച്ചു. ശരിയാണ്. കണ്ണു വലിയ ഇതിന്റെ അതിര് പോയത് വരെയാണെന്നുള്ള ഒരു കൊടുത്തില്ലല്ലോ. അത് ശരിക്കും ചോദിച്ചത് ചോദിക്കാ. അല്ല ഇത് നിങ്ങളെന്താ സ്ഥലം? അല്ല ഞങ്ങൾ എഴുതിയത് നിങ്ങളെ സ്ഥലമാണ്. നമ്മളോട് ഓട്ടോക്കാരൻ പറഞ്ഞത് നമ്പൂരിൻ്റെതാണെന്ന്. ഞങ്ങളോട് അപ്പം കണ്ടങ്കാതർ പറഞ്ഞത് ഇതൊരു തങ്ങളെ സ്ഥലമാണെന്നല്ല. ആ അപ്പൊ നമ്മളവൻ പറ്റിക്കായിരുന്നില്ലേ? അതിന് അവനവനെ പറ്റിച്ച് തന്നെയാണ് അവൻ. അവനെ കൈ കിട്ടട്ടെ. ചെയ്യാം. വെറുതെ വിടരുത് അവനെ. യാരിത് ഇങ്ങ കേറക്കൂടാது. ഇത് മരുന്ന് പറമ്പ്. അത് ശരി. അപ്പൊ ആദിവർഷാന്റെ പറമ്പല്ലേ? അതാണ് സംഭവം അല്ലേ? അത് ശരിയാണ്. അവനെ കൈ കിട്ടും. നമ്മളിങ്ങെന്ത് നാട്ടിലെ ഉസ്താദ ഇന്നെന്തിനാണ് തല്ല്? നിക്ക് കാതറ എങ്ങോട്ട് തോട്ട് പഹന്മാരൊക്കെ നിങ്ങളെ ഈ ചെറിയ പറ്റിക്കൽ പറ്റിച്ചതിനാണ് നിങ്ങൾ എന്നെ ടീ ആട്ടുന്നത്.
നിങ്ങൾ എത്ര പാവങ്ങളെ പറ്റിക്കുന്നുണ്ട് നിങ്ങൾക്കറിയോ? ഈ കാണുന്ന സ്ഥലങ്ങളൊക്കെ ഇവിടെ ഉള്ള ഒരു പച്ചക്കറി നെല്ലുണ്ടാക്കിയ സ്ഥലങ്ങളാ. ഇന്നിപ്പോ അത് കച്ചവടക്കാരുടെ കയ്യിലാ. ഇന്ന് തിരൂർക്കാരന്റെ കയ്യിലാണെങ്കിൽ നാളെ കുറ്റിപ്പുറത്തേന്റെ കയ്യിൽ, പിന്നെ പറഞ്ഞേക്കാ അത് പൊന്നാനിക്കാരന്റെ കയ്യിൽ. കച്ചവടക്കാരന് ലാഭത്തിന് വിൽക്കാൻ വേണ്ടി ഒക്കെ മേടിച്ചിട്ടാണ്. ഇന്നെ പോലത്തെ ഓട്ടോറിക്ഷക്കാരന് ഒരു 10 സെന്റ് സ്ഥലം മേടിക്കാൻ പറ്റണില്ല. ഈ വക ബലാലകളെ ഇങ്ങോട്ട് കൊടുന്നത് ഇങ്ങളെ പോലത്തെ ബ്രോക്കർമാരാ. ഈ ചളിക്കിറങ്ങാൻ അങ്ങക്ക് മടി. ഇതിലും മോശമായ ചളിയിലെ പോത്തുകളെ കൊണ്ട് ഇത് നെല്ലുണ്ടാക്കിയ പാടങ്ങൾ ഇന്ന് കല്ലും മണ്ണും കൊണ്ടിട്ട് തൂർക്കുക. അന്നൊന്നും ആന്ധ്രേന്ന് അരി വന്നിട്ടില്ലെങ്കിലേ ഇവിടെ ഒരു പേടി ഉണ്ടായിരുന്നില്ല. പറമ്പ് പൗറ് കൂട്ടാൻ വേണ്ടി മൂച്ചും പിലാവും ഒക്കെ JCB കൊടുന്ന് മാന്തിന്നല്ലാതെ നിങ്ങൾ ആരെങ്കിലും ഒരു മരം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടോ? ഭൂമി ഉരുണ്ടതാണെന്ന് വെച്ചിട്ട് അതിട്ട് ഇങ്ങനെ പന്തെട്ടി കളിക്കരുത്. ഇതൊക്കെ അയച്ചു വെച്ചിട്ട് വല്ല കൂലിപ്പണിക്കും പോയിക്കൂടെ? ഒരു പറമ്പച്ചോടം കഴിഞ്ഞു വരിക. നിങ്ങൾ കച്ചവടക്കാരൻ ഇറങ്ങി ഭൂമി സ്ഥലമില്ലാതായല്ലോ. സമ്പത്താണെങ്കിൽ ബ്രിട്ടന്റെ അമേരിക്കന്റെ കയ്യിലാ. ഇനിയുള്ള സൂര്യൻ വിൽക്കണ്ടാന്ന് പോയി നോക്കുക. ഒന്ന് കുളിച്ചൂടെ? നോം കുളിച്ചില്ലാന്ന് അവൻ എങ്ങനെ അറിഞ്ഞേ? ഒന്ന് പോയി കുളിച്ചേച്ച് വരാം. നിങ്ങൾ ഈ ആധാരം വെച്ച് കുറച്ച് പൈസ തരുമോ? ആ പരിപാടി ഇവിടെ ഇല്ലല്ലോ മോനെ. ഇതാരുടെ ആധാരം? ഇത് എന്റെ പേരിൽ എന്റെ ഉപ്പ എന്ന കോറിപ്പറമ്പിന്റെ ആധാരമാണ്. അത് എന്റെ പേര് കാണില്ലേ? ഇജ്ജ് അത് ബലക്ക് നിൽക്കേണ്ടി തന്നാളെ. കുറച്ചൊക്കെ ഇപ്പൊ കൊണ്ടേക്കോ, ബാക്കി രജിസ്റ്ററിന് ശേഷം തരാം. എന്തേ? ആ അത് മതി, പോട്ടെ. അൽഹംദുലില്ലാ, ആ കോറി ഞാൻ പാവങ്ങൾക്ക് തുറന്നു കൊടുക്കാം. എണീക്കടാ, സാറിന് നിന്നൊന്ന് കാണുന്നു. എണീക്ക്, വാടാ, വാ. വാടാ. അടക്ക്. സർ, മാറിക്കടാ. ഇത്രയും കാലമായിട്ട് സത്യം പറയാൻ എന്താടാ എനിക്ക് മടി? സത്യം ഉണ്ടെങ്കിലല്ലേ സാറേ പറയാൻ പറ്റൂ. നിന്നെ കൊണ്ട് സത്യം പറയിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. സത്യം പറയടാ. നിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാരക്കടാ? എന്താണ് നോക്കി പഠിപ്പിക്കണേ? എന്താടാ നിന്റെ നാവിറങ്ങിപ്പോയാ? എടുത്തോണ്ട് പോടോ. എന്താ കേസ്? ചതിച്ച ചതി കൂടെ കൊണ്ടുവരുന്നവർ തന്നെ എന്നെ ചതിച്ചു. കൂടെ കൊണ്ടുവരുന്നവർ മാത്രല്ല ചതിക്കുന്നത്, സ്നേഹിച്ച് കൂടെ കഴിഞ്ഞിരുന്നവർ പോലും
ചതിക്കും. 4 വർഷം ഞങ്ങൾ പ്രണയത്തിലായിരുന്നു. എനിക്കവളും അവൾക്ക് ഞാനുമില്ലാതെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ. അങ്ങനെ വന്നപ്പോൾ അവസാനം ഞങ്ങൾ വിവാഹിതരായി. എന്നിട്ടെന്താ, എന്റെ സ്വന്തം അനുജനെ പോലെ സ്നേഹിച്ച എന്റെ സുഹൃത്തിന്റെ കൂടെ അവൾ കിടക്ക പങ്കിടുന്നത് കണ്ടപ്പോ ഈ കൈ കൊണ്ട് എനിക്ക് അവളെ കൊല്ലേണ്ടി വന്നു. ഈ കൈ കൊണ്ട് ഞാൻ അവളെ കൊന്നു. ഈ ദുനിയാവില് സന്തോഷമുണ്ടെങ്കിൽ ദുഃഖവുമുണ്ട്. ഈ ദുനിയാവില് സുഖവാസമുണ്ടെങ്കിൽ നൊമ്പരമുണ്ട്. ഒരു നാളിൽ പറക്കും, മറുനാളിലിരിക്കും. ഒരു നാളിൽ പറക്കും, മറുനാളിലിരിക്കും. ഒരുപാട് ചിരിച്ചവർ അതിലേറെ കരയും. ഈ ദുനിയാവില് സന്തോഷമുണ്ടെങ്കിൽ ദുഃഖവുമുണ്ട്. അഴകാർന്ന സൂര്യന്റെ ജ്വലിക്കുന്ന കണ്ണുകൾ, മനതാരിൽ നിറയുന്ന നിലവിന്റെ പ്രഭയിൽ. അഴകാർന്ന സൂര്യന്റെ ജ്വലിക്കുന്ന കണ്ണുകൾ, മനതാരിൽ നിറയുന്ന നിലവിന്റെ പ്രഭയിൽ. നിറഞ്ഞാടിക്കിനാവിന്റെ കൊട്ടാരം പണിതവർ, നിറഞ്ഞാടിക്കിനാവിന്റെ കൊട്ടാരം പണിതവർ. ഒരു നാളിലവരെ കോലമേഞ്ഞ കൂരയിലാക്കും. ഈ ദുനിയാവില് സന്തോഷമുണ്ടെങ്കിൽ ദുഃഖവുമുണ്ട്. ചിറകറ്റ പരുന്തിന്റെ അടങ്ങാത്ത വേദന, അകതാരിൽ പുകയുന്ന മനസ്സെന്ന കനലിൽ.
ചിറകറ്റ പരുന്തിന്റെ അടങ്ങാത്ത വേദന അകതാരിൽ പുകയുന്ന മനസ്സെന്ന കനലിൽ കരൾ പൊട്ടിക്കരയുന്ന കണ്ണീർ കുരുവികൾ കരൾ പൊട്ടിക്കരയുന്ന കണ്ണീർ കുരുവികൾ അറിയാത്ത മനസ്സുകൾ സത്യമാർഗ പാതയിലാക്കും. വഞ്ചി പോവാറായേ. ദുനിയാവില് ഈ ദുനിയാവില് സുഖവാസമുണ്ടെങ്കിൽ നൊമ്പരമുണ്ട്. ഒരു നാളിൽ പറക്കും മറുനാളിലിരിക്കും. ഒരു നാളിൽ പറക്കും മറുനാളിലിരിക്കും. ഒരുപാട് ചിരിച്ചവർ അതിലേറെ കരയും. ദുനിയാവില് ഈ ദുനിയാവില് സന്തോഷമുണ്ടെങ്കിൽ ദുഃഖവുമുണ്ട്. ഇതൊരു പിച്ചക്കാരൻ വന്നിക്കണ്. ആരാ? എന്താ വേണ്ടത്? ഞാൻ പിച്ചക്കാരനൊന്നുമല്ല ഹംസ. ഈ പെര എന്റെ തീരുന്നേ. ഈ പെരപ്പിൻ്റെതാ. ഞാൻ വാങ്ങിയിട്ട് കൊറേ കാലായി. സുമയ്യ, കുട്ടി റോഡ് കയറി നോക്ക്. എന്താപ്പാ മീൻ വില? അയില 80, ചെമ്മീൻ 125. ഇതിനേക്കായി നല്ല കോഴി വാങ്ങിക്കൂടോ. വാണ്ടേ വാണ്ട പറഞ്ഞ പോലെ കോയിന്റെ വില അറിയാൻ നിക്കണ അയാള്. എന്താ മീന്? ഞണ്ട് ഞണ്ട് ഞണ്ട്. ആ ഞണ്ടന്റെ വാപ്പ ട്ടാ. വാപ്പാനെ പറഞ്ഞ അന്ന ഞാൻ അല്ലോ അല്ലമ്മ. ആൾക്കാർക്ക് തെറ്റിയിട്ടില്ല. നമ്മളെ കയ്യും കാലും പോലെ തന്നെ. അമ്മോ, ഇന്റെ അതേ മണം. മൊയ്തുട്ടിയെ, ഹംസാക്ക, നിങ്ങള് ഞാൻ വരണ വഴിയാ. സാക്ക, ഞങ്ങളെ ബുദ്ധിമോശം കൊണ്ട് വന്നാണ്. നിങ്ങളെ ഞങ്ങളോട് പൊറുക്കണം സാക്ക. പോട്ടെ മൊയ്തുട്ടിയെ, പോട്ടെ. ഞാൻ ചെയ്ത തെറ്റിന്റെ ശിക്ഷയാണ് ഞാൻ അനുഭവിച്ചത്. അല്ല, എന്റെ നബീസ മക്കളെവിടെ? അനക്കെന്തെങ്കിലും വിവരമുണ്ടോ? മുതലാളി ഇങ്ങോട്ട് തിരിച്ചിരുന്നു വിചാരിച്ച് വീടും പറമ്പൊക്കെ വിറ്റിട്ട് ഓല എവിടൊക്കെ പോയിക്കണെന്ന് ഇവിടെ ആർക്കും അറിയില്ല. മോഹനൻ, നിങ്ങള് വരി.
ചേട്ടായി കഞ്ഞൊന്ന് കുടിക്ക്. ഇതാണ് മോഹന്റെ വീട്. മോഹനോ എന്നെ മനസ്സിലായ? ഹംസയുടെ ഞാൻ, നിങ്ങളെ ഹംസയുടെ ഞാൻ. ഇതാണ് മനുഷ്യന്മാരോരോരോ അവസ്ഥ. കേൾക്കണ കേൾപ്പ് കണ്ടിരി. സാർ ഇതെങ്ങനെയും ഒഴിവാക്കാൻ പറ്റും? ഞങ്ങൾ പറഞ്ഞ 3 ഡേറ്റും കഴിഞ്ഞു. ഇത് എന്റെ മാത്രം തീരുമാനമല്ല. പ്ലീസ് ഞങ്ങളോട് സഹകരിക്കണം. ആരാന്റെ അമ്മക്ക് പ്രാന്തായ കാണാൻ നല്ല ചേല് ഒരു കല്യാണത്തിനുള്ള ആൾക്കാർ കാര്യമായിട്ട് കിട്ടും. എന്താ സ്മൈലേ, മുക്കറിക്ക് എന്താ പറ്റി? മൂക്കർക്കല്ല കുഴപ്പം, കുഴപ്പം ബാങ്കേർക്കാ. ശരി. നല്ല മഴ വരുന്നുണ്ടല്ലോ, ഇതിനൊന്ന് മാറ്റിക്കെടുത്തന്റെ കാതറേ. ഇയാളെ മയത്തല്ല കടലിൽ കൊണ്ടേക്ക് അന്യന്റെ മുതല് വിറ്റ് ആ കമ്മീഷൻ പറ്റി നടക്കണം വിചാരിക്കണം. ഓരോ ബ്രോക്കർമാർക്കും ഇയാളൊരു പാടാവണം. എന്റെ മക്കള് എന്നെ നിലയിലിട്ടിട്ട് പോകും. എന്റെ പെണ്ണുങ്ങൾ അടുക്കള പണിയെടുത്ത് എനിക്ക് ഭക്ഷണം തരുന്നു. എനിക്ക് ദുനിയാവില് ജീവിതം മതിയായി. മരിച്ചു കിട്ടിയാ മതിയാ. ആരാ ഇത് നമ്മളെ ഹംസാക്കാണ് കാതറേ. വെട്ടിപ്പൊടി ഹംസേ, നിങ്ങൾ ഇവിടെ നിക്കണ്ട. നിങ്ങൾക്ക് നിങ്ങളെ പെണ്ണുങ്ങളെയും കുട്ടിനെയും കാണണ്ടേ? എന്നാ വരി. ഹംസപ്പം ജയിലിന് പിന്നെ വേവാവും. പാവങ്ങളെ പറ്റിക്കുന്നവർക്ക് ഇതാണ് ഗതി. ആ കുട്ടിനെ മനസ്സിലായ നിങ്ങൾക്ക്? എന്റെ മോളല്ലേ അത്? വരി, നിങ്ങൾക്ക് നിങ്ങളെ പെണ്ണുങ്ങളെ കാണണ്ടേ? ആ പൈസ ഉള്ള കാലത്ത് ഈ കുട്ടിനാണ് കെട്ടിച്ചു വിടുകയാണെങ്കിൽ ഇപ്പൊ ഇതിന്റെ ഈ കഷ്ടപ്പാട് കാണണ്ടീന്നില്ല. പഠിച്ചോനെ, പണിക്കാരിപ്പ വരും. ഈ തീയാണെങ്കിൽ കത്തണില്ലല്ലോ.
ഖദീജാത്ത 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 എന്താ എന്താ മോനെ? ഖദീജ, എനിക്കെന്നെ മനസ്സിലായ ഖദീജ. എനിക്ക് നിങ്ങളെ മനസ്സിലാവാതിരിക്കും. ഞമ്മളെ മോള് മോള് എന്തെങ്കിലും കഴിച്ചേക്കണോ? ഇത്തിരി കഞ്ഞെടുക്കട്ടെ. വരി. ഇത്രയും ആൾക്കാരെ കഞ്ഞിക്കുടി മുട്ടിച്ച് എനിക്ക് ഈ കഞ്ഞിനെ കുടിക്കേണ്ടി വന്നില്ല എന്റെ മക്കളെ. പാല്. മോനെ ഏതാ? ഞാൻ ആ കുഞ്ഞാവുട്ടിക്കാരന്റെ മോനാ. അന്റെ പേരപ്പ എവിടെ? അതാണ്. എന്തെങ്കിലും ആലോചിക്കണ്? അല്ല, ആ പാല് കൊണ്ടുവരുന്ന അത് നമ്മുടെ കുഞ്ഞാവുട്ടിയുടെ മോൻ. അന്ന് കുടി ഒഴിപ്പിച്ചപ്പോ അടുക്കളയിലേക്ക് ഓടി ഒളിച്ച ചെക്കനാണത്. മോളെ നിക്ക്, ഈ ഓടിക്ക. വേണ്ട മോളെ, ഇന്നു മുതൽ ഈ ബാപ്പ പണിക്ക് പോയിക്കോളാം. ഈ ദുനിയാവിൽ പടച്ചോൻ എനിക്ക് ആരോഗ്യം തന്നിട്ടുണ്ടെങ്കിൽ ഖദീജാനി എന്റെ പൊന്നു മോളെ ഈ ബാപ്പ പൊന്നു പോലെ നോക്കിക്കോളാം.